ശരിക്കും ബിഗ് ബോസ് ടീമിൽ അക്ബറിന് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കാരണം ഷോയുടെ തുടക്കം മുതൽ അവനെ പൊക്കിക്കൊണ്ടുവരാൻ ബിഗ് ബോസ് മനഃപൂർവ്വം ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഇഷ്യൂ മുതൽ അത് വളരെ പ്രകടവുമാണ്. ആ ഇഷ്യൂ തന്നെ ഫൺ കണ്ടന്റാക്കി പുള്ളിക്ക് തന്നെ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് ടീം കൈകാര്യം ചെയ്തത്. ഇനി അനീഷിനെതിരെ തലേണെറിഞ്ഞ കേസാണെങ്കിൽ ഉമ്മയെ കൊണ്ട് വിളിപ്പിച്ച് സഹതാപവും വാങ്ങിക്കൊടുത്തു. കഴിഞ്ഞ വീക്കിലാവട്ടെ ജിഷിന്റെ സാധനമെടുത്തെറിഞ്ഞതിന് അക്ബറിനെ ഒന്നും പറയാതെ തഴുകി തലോടി വിട്ടു. അന്ന് പുതപ്പ് ഇഷ്യൂലാവട്ടെ ഒനിയിലും അക്ബറും ഒരുമിച്ചായിരുന്നു ഇറങ്ങിപ്പോയത്. എന്നാൽ അക്ബറിന്റെ പേര് മാത്രം സ്ക്രിപ്റ്റിലിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ പൊക്കിയടിക്കാൻ നോക്കി. അവസാനം ഒനിയിലിന് അങ്ങോട്ട് പറയേണ്ടി വന്നു താൻ കൂടെ ഇറങ്ങിപ്പോവാനുണ്ടായിരുന്നെന്ന്. ഏത് ടാസ്ക് എടുത്താലും ഒന്ന് പറഞ്ഞു രണ്ടാമത്തേതിനും വയലൻസ്, കൂട്ടത്തിൽ കേട്ടാൽ ആറയ്ക്കുന്ന വർത്തമാനവും. അതാണ് അക്ബറിന്റെ സ്ഥിരം പരിപാടി. എന്നിട്ടും ഒരു നടപടിയോ വാണിംഗ് പോലുമില്ല. അതേപോലെ തന്നെ അനീഷിന് പെർഫോം ചെയ്യാൻ സ്പേസ് കൊടുക്കാതെ തഴയുന്നതും അക്ബറിനെ പൊക്കിക്കൊണ്ടുവരാനാണോ എന്ന സംശയമില്ലാതില്ല. ഏത് ടാസ്ക് കൊടുത്താലും അതിൽ അനീഷിനെ പിടിച്ച് ജഡ്ജാക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പെർഫോം ചെയ്യുമെന്നാ പേടിക്കണ്ടല്ലോ. ഇത് അനീഷിന്റെ കാര്യം മാത്രമല്ല. കഴിഞ്ഞ ദിവസം അനിമോൾ അക്ബറിനെ നിർത്തി പൊരിച്ച് നല്ലോണം സ്കോർ ചെയ്തത് ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലായതാണ്. എന്നാൽ എപ്പിസോഡിലോ പ്ലസിലോ അതിൻ്റെ പൊടി പോലും കണ്ടില്ല. ഇങ്ങനെ പലതും അറിഞ്ഞുകൊണ്ട് മുക്കുന്നതും പലരെയും ടാസ്കുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളുകളിൽ ഉൾപ്പെടുത്താത്തതും അത്ര നിഷ്കളങ്കമായ അപ്രോച്ചായി കാണാൻ പറ്റില്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യൂ.